വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ലിങ്ക് മലയാളം. ഏറ്റവും പുതിയ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ സിനിമ വാർത്തകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു അപ്ഡേറ്റ് കടകൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹക്കീം, സോന, ഹരിശ്രീ അശോകൻ, ജാഫർ ഇടുക്കി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു മാസ് ആക്ഷൻ മൂവിയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. സിനിമ ഇപ്പോൾ OTT റിലീസ് ആയിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബറോസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മോഹൻലാലെ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബറോസ്. ഇതൊരു 3D സിനിമയാണ്. റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. സിനിമയുടെ HD പ്രിന്റ് ലീക്കായിരിക്കുകയാണ്. ബറോസിന്റെ 4K പ്രിന്റ് ഇപ്പോൾ എല്ലായിടത്തും വന്നിട്ടുണ്ട്. സിനിമ ഇറങ്ങിയിട്ട് ഒരാഴ്ച ആകുമ്പോഴേക്കും സിനിമയുടെ HD പ്രിന്റ് വന്നിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് റൈഫിൾ ക്ലബ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു മാസ് മൂവിയാണ്. ദിലീഷ് പോത്തൻ, ഉണ്ണിമായ, സുരഭി, ദർശന ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 30 സിനിമ OTTയിൽ വരും. അടുത്തൊരു അപ്ഡേറ്റ് ക്രൈം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ക്രൈം എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഡയാന, ധ്യാൻ ശ്രീനിവാസൻ, അനാർക്കലി, സണ്ണി വെയിൻ, അജു വർഗീസ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഡിസംബറിൽ സിനിമ വരുമെന്ന റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ക്രൈം എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഈ മാസം ജനുവരി 9 ആമസോൺ പ്രൈമിൽ ക്രൈം എന്ന സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. കാരണം സിനിമ നല്ല ഹൈപ്പിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമയ്ക്ക് വേണ്ടത്ര വിജയിക്കാൻ സാധിച്ചില്ല. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ട് 2 ആഴ്ചയായി. ഇതുവരെ സിനിമ വന്നിട്ടില്ല. സർപ്രൈസായിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ദിലീപ്, തമനയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 5 ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ വരാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ എക്സ്ട്രാഡേഷൻ എന്ന സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിനാണ് ED ഇറങ്ങിയത്. ഇപ്പോഴത്തെ സിനിമ HD പ്രിന്റ് വന്നിരിക്കുകയാണ്. സുരാജ് വെഞ്ഞാറമൂടാണ് സിനിമയിലെ നായകൻ. അതുപോലെ ഗ്രേസ് ആന്റണിയും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ED സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ 4K HD പ്രിന്റ് ലീക്കായിരിക്കുകയാണ്. ഇപ്പോൾ സിനിമ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇനി OTTക്ക് വേണ്ടി ആരും തന്നെ വെയിറ്റ് ചെയ്യില്ല. അടുത്തൊരു അപ്ഡേറ്റ് വിടുതലൈ പാർട്ട് 2 എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ആക്ഷൻ ഡ്രാമ മൂവിയാണ്. വിജയ് സേതുപതി, മഞ്ജു വാര്യർ, ഭവാനി തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇന്ന് വിടുതലൈ പാർട്ട് 2 എന്ന സിനിമ OTT റിലീസ് ആയിരിക്കുകയാണ്. ഒഫീഷ്യൽ OTT അല്ല. ഓവർസീസിൽ എൻഡിസിയാൻ OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസായിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ഡ്രാമ മൂവിയാണ്. ഒരുപാട് താരനിര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ നടികർ എന്ന സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ടോവിനോ തോമസ്, സബിൻ ഷാഹിർ, ഭാവന, ബാലു വർഗീസ്, ദിവ്യ പിള്ളൈ, അനൂപ് മേനോനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം നടികർ എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് ഒരുപാട് നാളായി. ഇതുവരെ OTT റിലീസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ജനുവരി മാസത്തിൽ നടികർ എന്ന സിനിമ OTT റിലീസ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് പുഷ്പ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഫഹദ് ഫാസിൽ, രശ്മിക മന്ദാന, അല്ലു അർജുൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ HD പ്രിന്റ് ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒഫീഷ്യൽ OTT വന്നിട്ടില്ല. 2000 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് പുഷ്പ 2. ഈ സിനിമയുടെ OTT ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനുവരി 30 നെറ്റ്ഫ്ലിക്സിലാണ് പുഷ്പ 2ന്റെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ ത്രില്ലർ സിനിമയാണ്. അർജുൻ അശോകൻ, ഷൈൻ ടോം ചാക്കോ, ജാഫർ ഇടുക്കി, ദേവികയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. നാദർഷിയാണ് സിനിമ സംവിധാനം ചെയ്തത്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. റിയാസ് ഖാന്റെ അഭിനയം മാത്രമാണ് തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഹോട്ട്സ്റ്റാറാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി മാസത്തിൽ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമ ഹോട്ട്സ്റ്റാറിൽ റിലീസുണ്ട്. ഇതൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ
ത്രില്ലർ സിനിമയാണ്. റായ് ലക്ഷ്മി, ബാബു ആന്റണി, അജു വർഗീസ്, ഹന്ന റജി, സ്വാസിക, രഞ്ജി പണിക്കർ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ലൊരു അഭിപ്രായം DN എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഡിസംബറിലായിരുന്നു സിനിമയുടെ റിലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ ദുബായ്ക്കാരൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ 2017 ഇറങ്ങിയതാണ്. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ടും ഇതുവരെ സിനിമയുടെ OTT വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഹലോ ദുബായ്ക്കാരൻ എന്ന സിനിമയുടെ OTT സൈൻ അപ്പ് വാങ്ങിച്ചിരിക്കുകയാണ്. ആദിൽ, മാളവിക, സലീം കുമാർ, ടിനി ടോം, കോട്ടയം നസീർ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. ഈ സിനിമ ജനുവരിയിൽ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സൂക്ഷ്മദർശിനി എന്ന സിനിമയെ കുറിച്ചാണ്. നസ്രിയ ബേസിലാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ ഹിറ്റായ സിനിമയാണ് സൂക്ഷ്മദർശിനി. ഈ സിനിമയുടെ HD പ്രിന്റ് നേരത്തെ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഒഫീഷ്യൽ OTT എത്തിയിരിക്കുകയാണ്. C5 ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഈ സിനിമയുടെ OTT ഉടനെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ലൊരു അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഹൊറർ സസ്പെൻസ് മൂവിയാണ്. ഭാവന, അതിഥി ദേവി, രഞ്ജി പണിക്കർ, അജ്മൽ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഭാവനയുടെ ഒരു തിരിച്ചറിവ് തന്നെയായിരുന്നു ഹണ്ട് എന്ന സിനിമ. ഈ സിനിമ ഇതുവരെ OTTയിൽ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആമസോൺ പ്രൈം ഹണ്ട് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. ക്രിസ്മസിന് സിനിമ വരുമെന്ന റിപ്പോർട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. ഇന്ന് സർപ്രൈസ് ആയിട്ട് ഹണ്ട് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ചയായിരിക്കും ഹണ്ട് എന്ന സിനിമ ആമസോൺ പ്രൈമിൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കാതലൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം, മനോരമ മാക്സ് ഇവരാണ് വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ട് 2 ആഴ്ചയായി. ഇതുവരെ കാതലൻ എന്ന സിനിമ OTTയിൽ വന്നിട്ടില്ല. ഇന്നലെ സിനിമ സർപ്രൈസ് ആയിട്ട് വരുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ കാതലൻ പോസ്റ്റ്പോൺ ചെയ്തു. ഇതുവരെ സിനിമ വന്നിട്ടില്ല. നസ്ലിൻ, അനിഷ്മ, ദിലീഷ് പോത്തൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് എവറേജ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ അടുത്ത വീക്കിൽ ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ജനുവരി 5 അല്ലെങ്കിൽ 9 ഈ തീയതിയിലായിരിക്കും കാതലൻ സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൻകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ആക്ഷൻ കോമഡി ത്രില്ലർ സിനിമയാണ്. നിവിൻ പോളിയാണ് സിനിമയിലെ നായകൻ. സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഓണത്തിനാണ് സിനിമ റിലീസായത്. സിനിമ ഇറങ്ങിയിട്ട് ഇത്രയും നാളായിട്ട് OTT വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ രാമചന്ദ്ര സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഈ ജനുവരി മാസത്തിലാണ് രാമചന്ദ്ര ബോസൻകോ എന്ന സിനിമയുടെ OTT റിലീസ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി ലാസ്റ്റ് വീക്കിൽ ആമസോൺ പ്രൈമിൽ സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് പണി എന്ന സിനിമയെ കുറിച്ചാണ്. തിയേറ്ററുകളിൽ ഹിറ്റായ സിനിമയായിരുന്നു പണി. ജോജു ജോർജ്, സാഗർ സൂര്യ, ബോബി കുര്യൻ, മെർലെറ്റ്, ജുനേസ് തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. സോണി ലീവാണ് പണി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. ജനുവരി 3 സിനിമ സർപ്രൈസ് ആയിട്ട് സോണി ലീവിൽ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് പുഷ്പക വിമാനം എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഫാന്റസി ത്രില്ലർ സിനിമയാണ് പുഷ്പക വിമാനം. തിയേറ്ററിൽ നിന്ന് മോശം പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. സിജു വിൽസൺ, ബാലു വർഗീസ്, ലെന, ബേസിൽ ജോസഫ് തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ സൈൻ അപ്പ് വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഈ ആഴ്ച തന്നെ റിലീസിനെത്തും. അവസാനത്തെ ഒരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാർക്കോ സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് ആയിട്ട് 80 കോടി 50 ലക്ഷം രൂപ മാർക്കോ സിനിമ കളക്ഷൻ നേടി. കേരളത്തിൽ നിന്ന് മാത്രം 40 കോടി 10 ലക്ഷം. ഉണ്ണി മുകുന്ദൻ, ജഗദീഷ്, സിദ്ദിഖ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യവാരം നെറ്റ്ഫ്ലിക്സിൽ മാർക്കോ എന്ന സിനിമ OTT റിലീസ് ചെയ്യും. പക്ഷേ സിനിമയ്ക്ക് പണി കിട്ടിയിരിക്കുകയാണ്. സിനിമയുടെ HD പ്രിന്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാർക്കോ സിനിമയ്ക്ക് ഇതുപോലെ പണി കിട്ടുമെന്ന് ആരും കരുതിയില്ല. മാർക്കോ സിനിമ ഇപ്പോൾ എല്ലായിടത്തും HD പ്രിന്റ് അവൈലബിൾ ആണ്.